ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തെർമോക്കോൾ പീസിനെ റൗണ്ട് ആയിട്ടുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിന് ഒട്ടിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് യെല്ലോ കളറിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തെർമോക്കോളിൽ കൂടി ഫ്രണ്ടിലും ബാക്കിലും വരുന്ന രീതിയിലൊന്ന് നല്ലതുപോലെ കളർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇത് ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഫേസിൽ മൊത്തമായിട്ട് നമുക്കൊന്ന് ഓറഞ്ച് കളർ ചെയ്തെടുക്കാം. ഞാൻ തെയ്യത്തിൻ്റെ പടമാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ആ ഒരു തെയ്യത്തിൻ്റെ ഫേസിൽ മൊത്തമായിട്ട് ഇതുപോലെ ഓറഞ്ച് കളർ ചെയ്തെടുക്കുക. കളർ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ കളർ എത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർക്കെല്ലാം അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗ്യാസാണിത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ലുക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ ആ ഒരു അറ്റ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. 3 ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ലൈറ്റ് കളർ, അതിൻ്റെ ഒന്നുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്, ഒന്നുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒരു അടിപൊളി ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇതിൽ ഈ ഒരു തെയ്യത്തിൻ്റെ ഫേസിൽ അതിൻ്റെ ലിപ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ട് ലിപ്സിൻ്റെ ആ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഷെയ്ഡ് ഭാഗം കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡൊക്കെ നമുക്ക് ആ ഒരു ഷാഡോ വരുന്ന രീതിയിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുരികങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. തെയ്യത്തിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല കൺമഷിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കും അവരുടെ ആ ഒരു കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രത്തിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ രണ്ടാമത്തെ കണ്ണും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വരയ്ക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ലുക്ക് തന്നെ കിട്ടുന്നതാണ്. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ ലിപ്സിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഷെയ്ഡൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഷാഡോസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് ആ ഒരു കളറിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷാഡോ ഒക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു തെയ്യത്തിൻ്റെ മൂക്കിൻ്റെ വശത്തായിട്ട് ഇതുപോലെ കുറച്ച് കളറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. തെയ്യത്തിൻ്റെ ഫേസിൽ മൊത്തത്തിൽ ഒരു ഡിസൈൻ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ആ ഒരു ഡിസൈൻ എല്ലാം നമുക്കതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫേസിൽ നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു കവിളിലൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊത്തമായിട്ട് അതിനിങ്ങനെ ചെയ്തെടുത്ത് നല്ലതുപോലെ ഉണക്കണം കേട്ടോ. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഡിസൈനൊക്കെ അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡിസൈനുകളൊക്കെ അതിലേക്ക് വരച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഫേസിൽ മൊത്തമായിട്ട് ഇതുപോലെ വരകളും കുത്തുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഫേസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ മൊത്തത്തിൽ അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് തോന്നുന്ന ഡിസൈനുകളൊക്കെ നമുക്കതിലിങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ 2 കവിളിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ലിപ്സിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് റെഡും അതുപോലെ തന്നെ റോസ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ഫേസിൽ വരയ്ക്കുന്ന ഈ ഒരു വരകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ വരകൾ, ഇതെല്ലാം ഫുള്ളായിട്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഈ കളർ ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാതിരിക്കുക. അത് മൊത്തത്തിൽ പരന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് മൊത്തത്തിൽ അതിലേക്ക് ഇങ്ങനെ വരകൾ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫേസിൽ മൊത്തമായിട്ട് നമുക്ക് ആ ഒരു വരകളൊക്കെ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നെറ്റി ഭാഗത്ത് ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഒരു ഡിസൈൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ലേസൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാനുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡൊന്ന് വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുത്തുകളും പുള്ളികളൊക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഫേസ് കാണാൻ കേട്ടോ. ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾക്ക് ഈ ഒരു ഫേസ് ഒന്നും കൂടെ വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതുപോലത്തെ 2
2 പീസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. തെർമോകോളിൻ്റെ തന്നെ ആ ഒരു പീസിൽ കൂടി കുറച്ച് പശയെല്ലാം തേച്ച് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനെന്താണ് പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഇതിനെന്തോ പേരുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ, എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പൂരത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ലേസ് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊരു സാരിയിൽ നിന്ന് പറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു 3 ഡിസൈനാണ് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ലേസുമാണ് ഉപയോഗിക്കുന്നത്, പിന്നെ കുറച്ച് നൂല് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഈ ലേസുകളെല്ലാം ഇതിലേക്ക് നിന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഈ ഒരു ഫ്ലവർ കൂടി വേണം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതിന് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് അതിൻ്റെ ആ ഒരു അറ്റങ്ങളെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. അതിന് നമുക്ക് മൊത്തമായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലേസിനെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ലേസിനെ മൊത്തത്തിൽ ഒന്ന് റൗണ്ടായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് കറക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതുപോലത്തെ അടപ്പുകളാണ്. നമ്മുടെ സോഡ കുപ്പിയുടെ അടപ്പാണ് ഇത് കേട്ടോ. അതിന് ഞാൻ ഒരു സിൽവർ കളർ ചെയ്തെടുത്തുള്ളതാണ്. അതിനെയും നമുക്കിതുപോലെ മൊത്തത്തിൽ റൗണ്ടായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതും ഒന്ന് റൗണ്ടായിട്ട് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു സഞ്ചിയിൽ നിന്നും പറിച്ചിട്ടുള്ളതാണ് ഇത്. അതിന് റൗണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലത്തെ 5 പീസുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ എല്ലാം നമുക്കതിലേക്ക് വെക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് മിററുകളെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പിൽ കൂടി നമുക്ക് കുറച്ച് മുത്തുകളെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനെ മൊത്തത്തിൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ലുക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതിൽ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ 2 റൗണ്ടുകൾ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് ആയിരുന്നാലും മതി. അപ്പോൾ അത് നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഇതുപോലത്തെ ഗ്യാപ്പുകളൊക്കെ വരുവാണെങ്കിൽ അവിടെയെല്ലാം ഇതുപോലെ ഓരോ സാധനങ്ങൾ വെച്ച് നമുക്ക് അതിനെല്ലാം ഒന്ന് മറച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ലുക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ മിററുകളൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ 2 സൈഡിലും ഇതുപോലത്തെ അടപ്പുകളെല്ലാം വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുത്തുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് മിററുകളെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും നമുക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ മിററുകളെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ഭംഗിയൊക്കെ തോന്നുന്നതാണ്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലത്തെ കുറച്ച് ഫ്ലവറുകളെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൽ വരുന്ന കുറച്ച് ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈസിനെ കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും അതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് കുറച്ചുകൂടി ലൈസൊക്കെ വെച്ച് നമുക്കൊന്ന് അലങ്കാരമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നണം. അപ്പോൾ ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. മൊത്തം ഇങ്ങനെ കണ്ടിട്ടില്ലേ, നല്ല ചമഞ്ഞൊരുങ്ങിയിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ തെയ്യം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലേസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് 3 ഇതിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക 2 സൈഡിലും. അതുപോലെ തന്നെ അതിൽ ബാക്കി വരുന്ന ഭാഗത്തും കൂടി ഇതുപോലെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ലേസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡുകളിലായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ലേസിൽ നിന്നും പറിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, ഇതുകൂടി നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം ഇങ്ങനെ ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഒരു പേപ്പറാണ് എടുത്തത്. ഇതൊരു പേപ്പറാണ് കേട്ടോ. ഈ ഒരു പേപ്പറിനെ യെല്ലോ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് അടിയിൽ 2 ഭാഗത്തും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുന്നതാണ്. അപ്പോൾ 2 സൈഡിലൊന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ടും ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്താണെന്ന് അറിയാം, നമുക്ക് കറക്റ്റ് ലെവലിൽ നമുക്ക് ആ ഒരു സാധനത്തിന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം.
മൊത്തമായും വെച്ച സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ ഒരു കൊമ്പാണ് വേണ്ടത്. അതിനായിട്ട് ഇതുപോലൊരു ഫോം ഷീറ്റിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുക വേണ്ട, നമുക്ക് കാർഡ്ബോർഡ് പീസിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൂക്കിലായിട്ട് കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ വേണം, കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മൂക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കളർ പേന ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി തെറ്റിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ കൂടി കുറച്ച് സ്റ്റോൺസുകളെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോട്ടിൽ കൂടി നമുക്ക് കുഞ്ഞു ആയിട്ടുള്ള സ്റ്റോൺസുകളെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിൽ ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടാനായിട്ട് വൈറ്റ് പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അതിനൊന്ന് കവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് ഇതിനേക്കാൾ കിടിലനായിട്ടുള്ള രീതിയിൽ വരച്ച് അടിപൊളിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. കൂട്ടുകാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.